കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റ്. മഴത്തുള്ളികൾ ഇത്തവണ തുള്ളിത്തുള്ളിയായിട്ടേ പെയ്യുള്ളൂ എന്നാ തോന്നുന്നത്. മഴ കുറവാണ് മൊത്തത്തിൽ. അതുകൊണ്ട് തന്നെ ഇനിയാണ് ആ സർപ്രൈസ്. കാരണം എന്നെക്കാൾ കൂടുതൽ, ഇപ്പൊ നമ്മളെക്കാൾ കൂടുതൽ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ആരാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിവിൻ പോളിയാണ്. കാരണം ഈ സർപ്രൈസ് സച്ചിൻ നിവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സർപ്രൈസ് നിവിൻ അറിയില്ല. പക്ഷെ നമ്മളിപ്പോ നിവിനെ വിളിക്കാൻ പോവാണ്. ഹലോ നിവിൻ, ദിസ് ഇസ് ലിഷ്ന ഫ്രം റേഡിയോ മാംഗോ. ഹായ് ലിഷ, ഗുഡ് മോർണിംഗ്. ഹായ് നിവിൻ, ഗുഡ് മോർണിംഗ്. നിവിൻ, ഞാനിവിടെ ഗംഭീരമായിട്ടുള്ള സർപ്രൈസ് നിവിൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താണോ ശരാ, ഒരാളെ നിവിനെ കുറിച്ച് ഇങ്ങനെ പൊക്കി 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 പറഞ്ഞിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഞാനിപ്പോ കേൾപ്പിക്കാം. ഓക്കെ. ഞാനിത് റേഡിയോ ആയതുകൊണ്ട് ഐ കൻ നോട്ട് സീ യുവർ എക്സ്പ്രഷൻ. ആക്ച്വലി ഐ എം ഗ്ലീയിങ്, ഇങ്ങനെ ചിരിച്ചിങ്ങനെ ഇരിക്കാം. നിവിൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ മുതൽ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. I also remember having a chat with my friend Nivin Pauly, 1983. So he narrated, what he was trying to do and all that. But I'm going to sit with him and watch that movie in Malayalam. That's a brilliant movie. But with subtitles. So sure, it'll be nice. And Nivin is one guy who's ever been so supportive of KBFC. So I'd like to thank him for all his support and good wishes. ഒരുപാട് സന്തോഷമായത്. എന്താണെന്നറിയാം, നമ്മള് ആ സിനിമ ചെയ്ത സമയത്തോടെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം സച്ചിനെ സിനിമ കാണിക്കണം എന്നുള്ള രീതിയായിരുന്നു. ഞാനിപ്പം ഈ ഫുട്ബോൾ ഇരുന്ന് വന്നപ്പോ ഞാൻ ആദ്യമായിട്ട് പുള്ളിനെ പേഴ്സണലി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് ഈ സിനിമ കാണിക്കണമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞപ്പോ ഒന്ന് കൊണ്ടൊരു DVD കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പം നെക്സ്റ്റ് ഡേ മാച്ചിന് ഞാൻ DVD കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ മാനേജറിനെ കൊടുത്തേക്കാം, അതിന്റെ ആവശ്യമൊന്നുമില്ല, DVD എനിക്ക് കയ്യിലുണ്ടെങ്കിൽ തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ DVD എടുത്ത് നേരെ അഞ്ജലി മാമിന്റെ ബാഗിലേക്ക് വെച്ചു. ഞാനത് ടൈം കറക്റ്റ് കിട്ടുമ്പോൾ ഞാൻ കണ്ടോളാം. സബ്ടൈറ്റിൽ ഇല്ലെങ്കിൽ അന്നും ചോദിച്ചിരുന്നു. ഇന്നലെയും സെയിം കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പറയാ, നമ്മള് ചെറുപ്പം മുതല് അദ്ദേഹത്തിന്റെ കളികളും മാച്ചൊക്കെ കണ്ടുപോകുന്നത് നമ്മളെല്ലാവരും. പിന്നെ ഇന്ന് ഇറ്റ് വാസ് ലൈക്ക് എ ഗ്രേറ്റ് ഫാൻ മൊമെന്റ് മീറ്റിംഗ് ഹിം ഫോർ ദ ഫസ്റ്റ് ടൈം. എനിക്ക് ആദ്യത്തെ ദിവസം അങ്ങനെയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ ഈ അംബാസിഡർ ഇതിന്റെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് നെർവസ് ആണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിപ്പോ നെർവസ് ആവാണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, ഞാൻ ചെറുപ്പം മുതലൊക്കെ ആരാധിച്ച് കണ്ട് കാണാൻ ആഗ്രഹിച്ച ഒരാളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അപ്പൊ അതിന് ഞാൻ നെർവസ് ആയിക്കൂടെ ചോദിച്ചത്. നിവിൻ ഫസ്റ്റ് ടൈം സച്ചിനെ കണ്ട മൊമെന്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാവോ? ഞാൻ സച്ചിൻ ആദ്യമായിട്ട് കാണുന്നത് ഈ പ്രാവശ്യത്തെ ടീമിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ ബാക്ക് സ്റ്റേജിൽ പോകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ടീമിന്റെ മാനേജർ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ദിസ് ഇസ് നിവിൻ പോളി. ഓ യാ ഹായ് എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നതും പരിചയപ്പെടുന്ന അവിടെ വെച്ചിട്ടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിവിന്റെ ഡയലോഗ് തന്നെ ഓർമ്മ വരുന്നത്, സച്ചിൻ ഇങ്ങനെ വന്ന് മുന്നിൽ നിൽക്കുമ്പോ സാറേ ചുറ്റുള്ളത് കാണാൻ പറ്റില്ല. അതെന്താണ് പറയാ, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നുമല്ല. ബ്രേക്ക് ടൈമിലൊക്കെ നമ്മൾ കാണുമായിരുന്നു, ഈ കളിയുടെ ഇടയ്ക്ക് നമ്മൾ പോകും. അപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കും. സിനിമയെ കുറിച്ചായിരുന്നു നമ്മൾ 2-3 പ്രാവശ്യം സംസാരിച്ചെന്ന് തോന്നുന്നു. ഞാനല്ല, അവിടെ ആ സമയത്ത് വേറെ ആരും ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ സച്ചിനോട് ചോദിക്കായിരുന്നു, ഫിലിം 1983 which is inspired from യുവർ ലൈഫ് എല്ലാവരും പറയും. ഓരോ പ്രാവശ്യം പുള്ളിക്ക് ഇങ്ങനെ റീകോൾ പോലെ ഇങ്ങനെ വരുമായിരുന്നു. റൈറ്റ്, അതാ പുള്ളിയുടെ മനസ്സിലത് ഭയങ്കരമായിട്ട് പതിഞ്ഞു കിടക്കുന്നുണ്ട്. അത് നിവിൻ പോളിയുടെ കൂടെ തന്നെ ഇരുന്ന് കാണണമെന്നാണ് സച്ചിന്റെ ആഗ്രഹം. നടക്കട്ടെ, ബോംബെ പോകുന്നുണ്ട്. അങ്ങനെ പുള്ളി വല്ല ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ കൂടെ കാണാൻ എന്നെയും കൂടി വിളിക്കണേ. തീർച്ചയായിട്ടും മെസ്സേജ് ഇട്ടാ. എന്താ സംശയം? മതി മതി, സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ പറന്ന് അവിടെ എത്തിക്കോളും. അയ്യോ, ഭയങ്കര സന്തോഷം. അതിങ്ങനെ അറിയാൻ കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യം. താങ്ക് യു നിവിൻ. അയ്യോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നിവിൻ ഇങ്ങനെ ചോദിക്കുമ്പോ നമുക്ക് ഒന്നുകൂടി കേൾപ്പിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നിവിൻ, പുളകം കൊണ്ടോളൂ. I also remember having a chat with my friend Nivin Pauly, 1983. So he narrated, what he was trying to do and all that. But I'm going to sit with him and watch that movie in Malayalam. That's a brilliant movie. But with subtitles. So sure, it'll be nice. And Nivin is one guy who's ever been so supportive of KBFC. So I'd like to thank him for all his support and good wishes. Nivin, thank you very much for joining me today morning. You made our day. ഇതൊക്കെ പറയുമ്പോ 1983 അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വികാരം. ഷോ